ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. പുത്രലാഭ ആലോചന എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. രണ്ടാം ദിവസത്തെ പാരായണമാണ്. അമിത ഗുണവാനാം നൃപതി ദശരഥനമലനയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമനങ്കജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർത്തുശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യാകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാനെന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായ്കയാൽ എനിക്കു രാജ്യാദിസമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠതപോധനൻ വസിഷ്ഠൻ അതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു നിനക്കു 4 പുത്രന്മാരുണ്ടായി വരുമതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ. വൈകാതെ വരുത്തേണം ഋഷ്യശൃംഖനെ ഇപ്പോൾ ചെയ്യുക നീ ഗുണനിധേ. പുത്രകാമിഷ്ടീയാഗം തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂതീരത്തിങ്കൽ ഭൂലോകപതിയാഗം ദീക്ഷിച്ചാനതു കാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമിഷ്ടീകർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ടൊരാഹുതിയാലെ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ. താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും. ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ. തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർദ്ധം കൊടുത്തു നൃപവരൻ. ശൈഥില്യാത്മനാപാതി കൊടുത്തു കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും. മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൻ പ്രജകൾക്ക് പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരുമതു കാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്പേന്ദ്രന്മാരെയൊക്കെ വരുത്തിത്തുടങ്ങിനാർ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾ കനുവാസരം ക്രമത്താലേ. ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറുമുൾ പ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും. അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. സീമന്ത പുംസവനാദി ക്രിയകളും ചെയ്തു
കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം. അർഭകന്മാരും 4 പിറന്നാരുടനുടൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായൻ. അങ്ങനെ രാമൻ അയോധ്യയിൽ പിറന്നു വരികയാണ്. മനുഷ്യൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം കാണാൻ ഏത് വിധത്തിൽ സാധിക്കുമെന്ന് സ്വയം തെളിയിച്ച, സ്വന്തം ജീവിതം തന്നെ ദുഃഖമയമായ ജീവിതത്തെ നയിക്കേണ്ടത് എങ്ങനെയെന്ന് തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്ന രാജകുമാരനായ രാമൻ അയോധ്യയിൽ പിറവിയെടുക്കുകയാണ്. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടു കൂടവേ ബൃഹസ്പതി. കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനുമുച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും. പെറ്റിതു കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ടേ. പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ജന്മം തന്നെയാണ് രാമൻ എന്ന് മാതാവിന് മനസ്സിലാവുകയാണ്. സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോദ്ഭവ നാരദ സനകാദി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരു നിർമ്മലമകുടവും സുന്ദരചിഗുരവും അളക സുഷുമയും കാരുണ്യാമൃതരസ സമ്പൂർണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഗനവും ശംഖചക്രാബ്ജ ഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകള രാജിത കൗസ്തുഭവും. ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചി നൂപുരമുഖ മണ്ഡലങ്ങളുമിന്ദു മണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽ സാക്ഷിയം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നറിഞ്ഞപ്പോൾ വന്ദിച്ചു സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ നമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപതേ. നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദി ഗുണത്രയമാശ്രയിച്ചിന്ത് ഇന്നത്യുത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്ത വാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയ നിലയനൻ അദ്യൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വൻ മാനസ പത്മമധുമൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ
സത്വസഞ്ചയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യമന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി? ഭഗവാൻ ചോദിക്കുക, ഈ ലോകം മുഴുവൻ ഈ എത്രയോ സഹസ്ര കണക്കിനുള്ള നക്ഷത്രങ്ങളും ഗോളങ്ങളും ഒക്കെയുള്ള ഈ ലോകത്തിനെ അങ്ങനെ പരിപാലിക്കുന്ന അങ്ങ് എൻ്റെ ജഠരത്തിൽ, എൻ്റെ വയറ്റിൽ പിറക്കാനുള്ള കാരണം എന്താണ് എന്ന് അമ്മ മകനോട് ചോദിക്കുകയാണ്. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി? ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമിനിക്കിപ്പോൾ. ഭർത്തൃപുത്രാർത്ഥാകുല സംസാര ദുഃഖാംബുധൗ നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ. ഭൗതിക ലോകത്തിൻ്റെ പ്രയാസങ്ങൾ, കെട്ടുപാടുകൾ, ഇതൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്ന് അറിഞ്ഞിരിക്കുന്ന ആ ഒരു രാജകന്യ അവർ പറയാണ്, ഈ ദുഃഖസമ്പൂർണമായ ഈ ലോകത്തിൽ അങ്ങ് എൻ്റെ പുത്രനായി വന്നു പിറന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും, അതറിയാൻ ആഗ്രഹമുണ്ട്. നിന്നുടെ മഹാമായ തന്നെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംബോജം കാണാനും യോഗം വന്നു. തൊൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണം ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ. എന്തോ യുഗങ്ങളായുള്ള സൽക്കർമ്മങ്ങളുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം അങ്ങയെപ്പോലെയുള്ള ഈ ഭഗവാൻ എൻ്റെ പുത്രനായി ജനിക്കാനിട വന്നത്. ഈ ഒരു രൂപം എന്നും എൻ്റെ മനസ്സിലുണ്ടാകണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അമ്മ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപതേ കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശമറയ്ക്കേണം മറ്റുള്ളവർ കാണും മുമ്പേ. ഈ രൂപം എൻ്റെ മനസ്സിലുണ്ടായാൽ മതി, മറ്റുള്ളവർ കാണുന്നതിന് മുൻപ് ഈ രൂപമൊന്ന് മാറ്റേണമേ ഭഗവാനെ എന്ന് പറയാം. പക്ഷെ എന്നും ഈ നാരായണൻ്റെ രൂപം, മഹാവിഷ്ണുവിൻ്റെ രൂപം ഉള്ളിലുണ്ടാവണമേ എന്നും അമ്മ മകനോട് പ്രാർത്ഥിക്കുകയാണ്. ലാളനാശ്ലേഷാദ്യനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. പുത്രവാത്സല്യവ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു, മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നത് എന്നാലേതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം. ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പരമേശ്വരൻ ഉൾപ്പെടെയുള്ള ദേവന്മാരെ പ്രാർത്ഥിച്ചതുകൊണ്ട് രാവണനാകുന്ന മഹാ അസുരനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ആ ദുഷ്ട ജീവിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, രാക്ഷസനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഞാൻ മനുഷ്യരൂപം പൂണ്ടുവന്നതാണ് എന്ന് അമ്മയോട് മകൻ പറയാം. ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കേണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി. പുനരേതു അതു കാരണമിപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. അമ്മ മറന്നുപോയതാണ്. ജന്മത്തിൽ ഞാൻ മകനായി ജനിക്കണമെന്ന പ്രാർത്ഥനയും തപസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി ഫലമാണ് ഇപ്പോഴുള്ള ഈ ഒരു ജന്മം. ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ
പിന്നെയൊരു ജന്മസംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളുകെന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും. ഈ നമുക്കും ആ സംശയം വേണ്ട. എന്നും രാമനാമത്തെ ജപിക്കുകയും ആ രൂപത്തെ സ്മരിക്കുകയും ചെയ്താൽ മോക്ഷം സാധ്യമാണ് എന്ന് രാമൻ തന്നെ നേരിട്ട് പറയുകയാണ്. രാമൻ കൗസല്യയോട് പറയുന്ന ഒരു ഭാഗം ഓർമ്മയിലുണ്ടാവണം. ആ ബോധത്തോടുകൂടി രാമായണം പാരായണം ചെയ്യുകയും വേണം. യാതൊരു മർത്യനിഹ നമ്മിലേ സംവാദമിതാദരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാം. ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാഭപൂണ്ട സുന്ദരരൂപനരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്താൻ നന്ദനനുണ്ടായിതെന്നാശു കേട്ടോരു പങ്ക്തിസ്യന്തനനഥ പരമാനന്ദാകുലനായൻ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യഖില അർത്ഥദാനങ്ങൾ ചെയ്താൻ പുത്രവക്ത്രാബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധനായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായിതു കൈകേയീസുതൻ പിറ്റെന്നാളും സുമിത്രാപുത്രന്മാരായുണ്ടായി ഇരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പെയ്തിതു സന്തോഷം കൊണ്ടശ്രുക്കൾ ജനങ്ങൾക്കും. അങ്ങനെ മക്കളില്ലാതിരുന്ന രാജാവിന് മക്കളുണ്ടായിക്കഴിഞ്ഞ സന്തോഷം പ്രജകൾക്കെല്ലാവർക്കും ഉണ്ടായി. ഈ വാർത്ത വന്ന് പറഞ്ഞവർക്കൊക്കെ ദശരഥൻ സമ്മാനങ്ങൾ നൽകുകയാണ്. സ്വർണരത്നൗഘ വസ്ത്രഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനം. വിണ്ണവർ നാട്ടിലുമുണ്ടായിതു മഹോത്സവം. കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവാമിവങ്കലെ രമിച്ചീടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനാം കൈകേയീ തനയന് ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി. ലക്ഷണാന്വിതനായ സുമിത്രാതനയന് ലക്ഷ്മണനെന്നു തന്നെ നാമവും അരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജനും നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായാനന്ദിച്ചാൻ. സാമോദം ബാലക്രീഡാതൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും. ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാംശാനുസാരവശാൽ കോമളന്മാരായോരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദേവൻ കാരുണ്യാമൃത പൂർണാപാംഗ വീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്ത വർണ്ണലാപ പീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദ ദേഹമാർദ്ദവം കൊണ്ടും ബന്ധൂഗദന്താംബര ചുംബനരസം കൊണ്ടും ബന്ധുരദന്താങ്കുരസ്പഷ്ടഹാസാഭ കൊണ്ടും ഭൂതലസ്ഥിത പാദാജ്യദ്വയയാനം കൊണ്ടും ചേതോ മോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം. ബാലദേശാന്തേ സ്വർണാശ്വത്ഥപർണാകാരമായി മാലേയമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ജനമണിഞ്ഞതിമഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ടലം മിന്നിടുന്ന സ്വർണദർപ്പണ സമഗ്രണ്ഡമണ്ഡലങ്ങളും ശാർദൂലനഖങ്ങളും
വിദ്രുമമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോർത്തു ചാർത്തിയിടുന്നൊരു കണ്ഠകാണ്ഡ്യോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസി ചാർത്തും തുളസീമാല്യങ്ങളും നിസ്തുല പ്രഭവത്സലാഞ്ജന വിലാസവും അംഗദങ്ങളും വലയങ്ങൾ കങ്കണവും അങ്കുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കഞ്ചന സദൃശ പീതാംബരോപരി ചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടും ഒരു അലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്കുനാഥൻ. അതിമനോഹരമായ ആ ബാലലീലാ വർണ്ണനയാണ് നമ്മളിവിടെ കാണുന്നത്. 4 സഹോദരന്മാരും ഒരുമിച്ച് സന്തോഷത്തോടുകൂടി അയോധ്യയിൽ വാഴുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇന്നത്തെ പാരായണം നമുക്കിവിടെ ഉപസംഹരിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ.